പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആരെടുത്തുനിന്ന് 1 റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നങ്ങൾക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി. ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല. നമുക്ക് ആരെടുത്തുനിന്നും കൈ നീട്ടേണ്ട ഒരു ആവശ്യവും സാമ്പത്തികമായിട്ടില്ല, ഇപ്പം ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനുണ്ട്. അതെ, തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ. അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം. പിന്നെ രണ്ടാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല വേറെ എന്തോന്നും കൂടി ഉണ്ടല്ലോ പണപ്പിരിവിനെ പറ്റി. ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപ്പിരിവ് എന്ന് പറഞ്ഞത്. ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ എമൗണ്ട് എനിക്ക് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു. എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത് നിങ്ങളെ ഇഷ്ടമാതിരി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചോദിച്ച തെറ്റ്. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ 1-2 ഒഴിവാക്കാൻ പറ്റാത്ത ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോവാതെക്കാൻ കഴിയില്ല. ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്. ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ്, ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിൽ ഇടാനെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിച്ച് പോയത്. അപ്പം അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക. ഞാനിന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല. ഞാൻ ഇതുവരെ ഒരു പണപ്പിരിവ് വാങ്ങിയിട്ടില്ല. അല്ല, അവരെനിക്കൊരു പണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദരവപൂർവ്വം തരാമെന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂല എന്നാണ് പറഞ്ഞത്. ഞാനൊരു പൈസ ആരോടും വാങ്ങാൻ ആഗ്രഹിക്കില്ല. ഇല്ല, ഒരു പൈസ പോലും എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അന്വേഷിച്ചാൽ മതി. അതെ, അവൻ്റെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടുന്ന എന്തെങ്കിലും അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത്. അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ഇതിനൊരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ. പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അവൻ്റെ ഭാവിയിൽ അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ്. അത് അവർക്കത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിന് മാപ്പ് പറയുന്നു.